ധാരാളം തട്ടിപ്പുകൾ കണ്ടു വളർന്നവരാണ് മലയാളികൾ. എന്നിട്ടും നമ്മൾ തുടർച്ചയായി പറ്റിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. പണ്ടൊക്കെ ഈ മണി ചെയിൻ മോഡലുള്ള തട്ടിപ്പുകളായിരുന്നു കൂടുതലെങ്കിൽ ഇപ്പോൾ അതൊന്നുമല്ല. കൃത്യമായി ബിസിനസ് മോഡൽ, കേന്ദ്ര സർക്കാർ സ്ഥാപനം എന്നൊക്കെ പറഞ്ഞ് പത്രങ്ങളിൽ പരസ്യം കൊടുത്ത് നിയമപരമായി തന്നെ പ്രവർത്തിച്ച് പറ്റിക്കുന്നവരുടെ എണ്ണം കൂടുന്നു. അങ്ങനെ ഭാവിയിൽ നമ്മൾ പറ്റിക്കപ്പെടാൻ പോകുന്ന, നമ്മൾ പോക്കറ്റ് അടിക്കാൻ പോകുന്ന, നമ്മൾ കൈകാലിട്ടടിച്ച് നിലവിളിക്കാൻ പോകുന്ന 3 മേഖലകളുണ്ട്. മൂന്നും മാറി വരുന്ന സാമ്പത്തിക സാഹചര്യങ്ങളിൽ കേന്ദ്ര സർക്കാർ വരുത്തിയ ഇളവുകളുടെ പശ്ചാത്തലത്തിൽ രൂപപ്പെട്ട തട്ടിപ്പ് വിദ്യകളാണ്. ഇത് തട്ടിപ്പിനായി ഉപയോഗിക്കുമെന്ന് ആരും കരുതിയില്ല. ഒന്ന് നിധി ബാങ്കുകളാണ്. ഈ നിധി എന്ന പേരിട്ട് ആർക്കും കേന്ദ്ര സർക്കാരിന്റെ പ്രസ്ഥാനം എന്ന നിലയിൽ ഒരു സംരംഭം തുടങ്ങാവുന്ന സാഹചര്യമുണ്ട്. വാസ്തവത്തിൽ നിധി വഴി കേന്ദ്ര സർക്കാർ ഉദ്ദേശിച്ചത് എന്തോ ആ അർത്ഥത്തിലല്ല. പലരും ബ്ലേഡ് കമ്പനികൾ നിധിയാക്കി മാറ്റിയിരിക്കുന്നു. എന്നിട്ട് കേന്ദ്ര സർക്കാരിന്റെ അപ്രൂവൽ എന്ന് പറഞ്ഞ് നിധീസ് ബാങ്കുകളിലേക്ക് പണം ശേഖരിച്ചു കൊണ്ടിരിക്കുന്നു. അത് ഏകദേശം പലതും പൊട്ടിപ്പോയതുകൊണ്ട് ഒരു നിയന്ത്രണം വന്നിട്ടുണ്ട്. രണ്ടാമത്തേത് NBFC എന്ന് പറയുന്ന തട്ടിപ്പാണ്. നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കമ്പനീസ്. ഈ NBFCകൾ പലതരത്തിലുള്ള കടപ്പത്രങ്ങളും നിക്ഷേപങ്ങളും നമ്മളെ പറ്റിക്കാൻ വേണ്ടി പത്രത്തിൽ കൊടുത്ത് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നു. ഇത്തരത്തിൽ ഒരുപാട് NBFCകൾ നാട്ടുകാരിൽ നിന്നും പണം കടപ്പത്രമായും മറ്റും വാങ്ങിക്കൊണ്ടിരിക്കുന്നു. ഇതിലും ഭൂരിപക്ഷം, ഇതിൽ ചിലതൊക്കെ പിടിച്ചു നിൽക്കും. ഇപ്പൊ മുത്തൂറ്റുകാരനും മണപ്പുറംകാരനും കോശമറ്റംകാരനും ഒന്നും അങ്ങനെ തട്ടിക്കാൻ പറ്റില്ല. എന്നാൽ അവരെയൊക്കെ മുമ്പിൽ നിർത്തിക്കൊണ്ട് ഒരുപാട് തട്ടിപ്പുകാർ ഈ കളത്തിൽ ഇറങ്ങിയിട്ടുണ്ട്. വരും വർഷങ്ങളിൽ ഇവരൊക്കെ 8 നിലയിൽ പൊട്ടുന്ന സാഹചര്യം രൂപപ്പെടും. മൂന്നാമത്തെ ഭാവിയിലെ തട്ടിപ്പ് മൾട്ടി സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റികളാണ്.